നമസ്കാരം. നമസ്കാരം. കേരളത്തിൻ്റെ കുഞ്ഞുകുഞ്ഞ്, പുതുപ്പള്ളിയുടെ മാത്രമല്ല കേരളത്തിൻ്റെ കുഞ്ഞുകുഞ്ഞ് എന്നറിയപ്പെടുന്ന ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഇന്നേക്ക് ജൂലൈ 18, 2023 അദ്ദേഹം മരിക്കുന്നത്. ഇന്നേക്ക് 3 വർഷം തികയുന്നു. അപ്പം ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നതിനപ്പുറം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാണ്ട് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് വന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മരണത്തോട് മല്ലിടുമ്പോഴും അദ്ദേഹം നേരിട്ട ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, സരിതയുമായി ബന്ധപ്പെട്ട സോളാർ വിഷയം, പല കാര്യങ്ങളും, അതുമായി ബന്ധപ്പെട്ട കേസുകളും, അവസാനം സ്വന്തം കുടുംബത്തിൽ പോലും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരുപാട് വലച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും മരണത്തിന് ശേഷമാണെങ്കിലും CBIയും സംസ്ഥാന സർക്കാരും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്തു. അന്ന് പിണറായി വിജയൻ്റെ സർക്കാരാണ് ഈ സാധനം ആരോപിച്ച് കൊണ്ടുവരുന്നതും അവരെ സർക്കാരിനാണ് ക്ലീൻ ചീറ്റ് അവസാനം കൊടുത്തതും. പക്ഷേ ഇത് കാണാൻ CBIയുടെ ക്ലീൻ ചീറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ആ ക്ലീൻ ചീറ്റ് പിണറായി വിജയൻ തന്നെ കൊടുക്കുമ്പോൾ അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഖേദകരമായ വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഉമ്മൻചാണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പിൻബലമൊന്നും ഇല്ലാണ്ടാണ് അദ്ദേഹം വന്നത്. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSUയിലൂടെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. 1967 KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു. പിന്നീട് 69 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു. അപ്പം അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ജേർണി. ഒരു യൂത്ത് കോൺഗ്രസ് എന്നുള്ളതിനപ്പുറം കോൺഗ്രസ്സുകാരനായിട്ട്, KSUകാരനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരംഭം വരുന്നത്. പിന്നീട് അത് യൂത്ത് കോൺഗ്രസിലോട്ടും വരുന്നതും പിന്നീട് 1970കളിൽ 27ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം പുതുപ്പള്ളിയിൽ MLA ആയി വരുന്നു. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി അദ്ദേഹം മരിക്കുന്നത് 2023 വരെ ഏകദേശം 50ഓളം വർഷം പുതുപ്പള്ളിയുടെ MLA ആയി നിലനിൽക്കുന്നു. ഇന്നേ വരെ രാഷ്ട്രീയത്തിൽ പരാജയത്തിൻ്റെ കയ്പ് നീര് അദ്ദേഹത്തിന് ഇറക്കേണ്ടി വന്നിട്ടില്ല, ഇലക്ഷന് വന്നിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അത് പലതരത്തിലുള്ള കേസുകളിൽ, പാം ഓയിൽ കേസിൽ, അതുപോലെ തന്നെ പല കേസുകളിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ക്ലീൻ ചീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ദിവസത്തിൽ സാർ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതി ഉണ്ടായിരുന്ന നേതാവ് ഒരുപക്ഷെയല്ല, തീർച്ചയായിട്ടും ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. മറ്റൊരാൾ നമുക്ക് താരതമ്യപ്പെടുത്താവുന്ന ആ ജനപിന്തുണയെ താരതമ്യപ്പെടുത്താവുന്ന അച്യുതാനന്ദനാണ്. മറ്റാൾക്ക് അത്രയും ജനപിന്തുണയില്ല. ഇപ്പോൾ K. കരുണാകരനും നയനാർക്കൊക്കെയാണ് പാർട്ടി അണികളുടെ പിന്തുണ കാണും, നല്ല പിന്തുണ കാണും. അതിനപ്പുറത്തേക്ക് പൊതു സ്വീകാര്യത ഇവർക്ക് രണ്ടുപേർക്കാരും കൂടുതൽ. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇവർ എടുത്ത നിലപാടുകൾ പ്രധാനപ്പെട്ട തന്നെയാണ്. ഉമ്മൻചാണ്ടി വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റാണെന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. ലെനിൻ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പ്രവർത്തകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ജലത്തിൽ മത്സ്യം എങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നു അതുപോലെ ജനങ്ങളുടെ ഇടയിൽ, ജലത്തിൽ മത്സ്യം നടക്കുന്ന പോലെ ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തകന് നടക്കാൻ കഴിയണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഉമ്മൻചാണ്ടിയായിരുന്നു. നല്ല ഉദാഹരണം ഉമ്മൻചാണ്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് തകർന്ന് 1967 കോൺഗ്രസ് തകർന്ന് കേവലം 9 MLAമാരായി ചുരുങ്ങിയ സമയത്താണ് ഉമ്മൻചാണ്ടിയൊക്കെ സജീവമായി വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, സജീവമായി വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് അണികളെ, ചെറുപ്പക്കാരെ ആകർഷിച്ച് കോൺഗ്രസിനെ ഫണ്ടമെൻ്റലായിട്ട് തന്നെ ശക്തിപ്പെടുത്താൻ, അടിസ്ഥാനപരമായിട്ട് ശക്തിപ്പെടുത്താൻ നേതൃത്വം കൊടുത്തവരിൽ പ്രധാനപ്പെട്ട ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. അന്ന് M.A. ജോണുണ്ട്, ആന്റണിയുണ്ട്, വയലാർ രവിയുണ്ട്, ഇങ്ങനെ പല നേതാക്കന്മാരുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള സംഘടനാപരമായ നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. ഈ ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രത്യേകിച്ച് ഗോഡ് ഫാദർ എന്ന് പറയാൻ ആരെങ്കിലും, ഇപ്പോൾ ഷാഫി പറമ്പിലെ കാര്യം നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും പറയുന്നത് ഞങ്ങളുടെ ഗോഡ് ഫാദർ, രാഷ്ട്രീയത്തിൽ അവരുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, അല്ലെങ്കിൽ പല നേതാക്കന്മാരുടെ പേര് പറയാറുണ്ട്. ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ പേര് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉമ്മൻചാണ്ടിക്കാരുടെ പേര് പറയേണ്ട ആവശ്യമില്ല. ഉമ്മൻചാണ്ടിയുടെ പേര് പലരും അയക്കാനും ഉൾപ്പെടെയുള്ളവർ ഉമ്മൻചാണ്ടി ഉപയോഗിച്ച് വളർന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഉമ്മൻചാണ്ടി ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, രാഷ്ട്രീയ നേതാവല്ല, ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം ഉമ്മൻചാണ്ടിക്ക് പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് കൊടുത്തു. അവരുടെ പിന്നെ സപ്പോർട്ട് എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു, എല്ലാ കാലത്തും. അങ്ങനെ ഒത്തിരി കഥകളും ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒന്നും ഇപ്പോൾ തൽക്കാലം പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും പിന്നെ മറ്റൊരു കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ അദ്ദേഹം ഒരുപാട് സംഭാവന, ഇപ്പോൾ 1977 അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. മാത്രമല്ല പല വകുപ്പുകൾ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പദം 2 തവണ, 2004 മുതൽ 2006 വരെ ഒരു തവണ, 2 വർഷം ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും. പിന്നീട് 2011 മുതൽ 2016 വരെ അദ്ദേഹം, 16-ന് ശേഷമാണ് പിന്നീട് പിണറായി വിജയൻ വരുന്നത്. അപ്പോൾ 2 വട്ടം കേരളത്തിലെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ പ്രതിപക്ഷ നേതാവായിട്ട് 2006 മുതൽ 2011 വരെ
പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. ആ 11 ശേഷം 16 വരെയാണ് പിന്നീട് മുഖ്യമന്ത്രിയായിരുന്നത്. അപ്പോൾ പ്രതിപക്ഷ സ്ഥാനം, അതേപോലെ പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി വകുപ്പ്, പ്രതിപക്ഷ സ്ഥാനം, പാർട്ടിയുടെ പ്രസിഡന്റ്, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് അതേ സമയത്ത് തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒന്ന് സോളാർ കേസായിരുന്നു. 2013 സോളാർ കേസ്, സരിതയുമായി ബന്ധപ്പെട്ട അതെ. അപ്പം അന്ന് ഇത്തരത്തിൽ സരിതയുമായി ഒരു പലതരം ബന്ധം ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു CPM ഒരു നരേഷൻ. പക്ഷേ കാലം തെളിയിച്ചു അങ്ങനെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷേ അതൊന്ന്. രണ്ടാമത്തെ കേസ് 1991 പാം ഓയിൽ കേസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അതിലും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കിട്ടുന്നു. പിന്നീട് വിഴിഞ്ഞം തുറമുഖം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കരാർ നൽകിയത് CAG റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരെ വന്നായിരുന്നു. പക്ഷേ അതിനും ക്ലീൻ ചീറ്റ് കിട്ടുന്നു. മാത്രമല്ല പിന്നീട് വന്നൊരു കേസായിരുന്നു ടൈറ്റാനിയം കേസ് അദ്ദേഹത്തിനെതിരെ. ട്രാവൻകൂർ ടൈറ്റാനിയത്തിൻ്റെ മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കേസുകൾ അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. മറുവശത്ത് അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ കേരളത്തിലോട്ട് തന്നു എന്നുള്ളൊരു നേതാവാണ്. അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഈ പറഞ്ഞ പോലെ ജനസമ്പർക്ക പരിപാടി തന്നെയാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, കൊച്ചി മെട്രോ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കണ്ണൂർ എയർപോർട്ട്, സ്മാർട്ട് സിറ്റി, അങ്ങനെ പലതരത്തിൽ അദ്ദേഹത്തിന് പറയാനുണ്ട്. അപ്പം ഇത്തരത്തിൽ പ്രത്യാരോപണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് കൃത്യമായ കോൺട്രിബ്യൂഷനും അതിലുപരി ഒരുപാട് എന്താ പറയുക വലിയ തരത്തിൽ വിവാദങ്ങൾക്കും വിധേയനായ ഒരു നായകൻ കൂടിയല്ല അദ്ദേഹം. വിവാദങ്ങൾക്ക് വിധേയനായ നായകൻ എന്ന് പറയുമ്പം ഇദ്ദേഹം ചെയ്ത പല പ്രവൃത്തികളും ആന്റണിയുടെ മന്ത്രിസഭയിലോ ആന്റണി നേതാവായിട്ടിരിക്കുമ്പോഴാണ് എനിക്കത് പറയാൻ പറ്റും. ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വളർച്ചയിൽ AK ആന്റണി എന്നൊരു കരിനിഴൽ തന്നെയായിരുന്നു. എല്ലാ നേട്ടങ്ങളും ആരിലേക്കാണ് പോകുന്നത്? ലീഡർഷിപ്പ് ആരിലേക്കാണ് പോകുന്നത്? AK ആന്റണിയിലേക്ക്. AK ആന്റണി യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ സംഘടനയുടെ പ്രവർത്തകർക്കും വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒന്നും ഉമ്മൻചാണ്ടിയാണ്. അന്നെ അത്രയും കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? വെളുത്തുള്ളിക്കാൽ സമരം എന്ന് വേണേൽ പ്രവർത്തനം. അതിനുശേഷം പിന്നെ എന്താ പറയുക? പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ സ്ഥലത്തും ഓരോ ചെറിയ ഗ്രാമങ്ങളിൽ പോലും സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തെ തകർത്ത 2 കാര്യങ്ങൾ. ഒന്ന്, കോട്ടയം ജില്ലയിൽ ഉമ്മൻചാണ്ടിയുടെ ഹോം ഡിസ്ട്രിക്റ്റിൽ കേരള കോൺഗ്രസിൻ്റെ വളർച്ച. അപ്പോൾ കോൺഗ്രസ് അവിടെ ചുരുങ്ങിപ്പോയി. കേരളം മുഴുവൻ കോൺഗ്രസ് ഉള്ളപ്പോഴും കത്തോലിക്കലുള്ള തൃശ്ശൂരും എറണാകുളത്തും എല്ലാം കോൺഗ്രസ് വളർന്നപ്പോൾ പോലും കോട്ടയം ജില്ലയിൽ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഉണ്ടായിട്ടും കേരള കോൺഗ്രസിന് അവരുടെ അധികാരം കൈയടക്കി വെച്ചു. കോൺഗ്രസ് എമ്മിൻ്റെ അന്ന് മാണിയോടുള്ള അപ്പോൾ മാണിയുടെ കീഴടങ്ങി കോൺഗ്രസിന് കഴിയേണ്ടി വരും. അത് ചോദ്യം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് അവിടെ ചോദ്യം ചെയ്യേണ്ടിരുന്നത് ആന്റണിയെ ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ പോലും കോൺഗ്രസ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും മാണി ഗ്രൂപ്പിനെ ഇങ്ങോട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരാണ്. അതിന് കാരണങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 3 പറഞ്ഞ് കയമാണി ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി സഖ്യമായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ പലപ്പോഴും ഞാൻ ആ കാലം മുതലേ മാധ്യമ വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ പരസ്യമായിട്ട് കെ.മാണി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് UDF-ലെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ ഒരു നേതാക്കന്മാരെ എനിക്ക് വിശ്വാസമല്ല, അവരിപ്പോൾ പറയുന്നതായിരിക്കില്ല കുറച്ച് പറഞ്ഞ. അന്ന് വലിയ തരത്തിൽ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ബാർക്കോഴ ആരോപണങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തെയൊക്കെ പറയുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവില്ല. അവസാനം അദ്ദേഹം ഈ രാജിവെച്ച് ധനമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിക്ക് കിട്ടുമ്പം അന്ന് അതിൽ ഇടപെട്ടതടക്കം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലും അദ്ദേഹം തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് കൊടുത്തത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ UDF-ൽ വിശ്വാസമുള്ളത് അത് കുഞ്ഞാലിക്കുട്ടിയാണ്, അത് വേറൊരു പാർട്ടിയോട് എനിക്കില്ല, കോൺഗ്രസിനോടുള്ള എൻ്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും എനിക്ക് അത്ര വിശ്വാസമാണ്, പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ എനിക്ക് വിശ്വാസമാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കെ.മാണി പോകുന്നത് അത് ഉമ്മൻചാണ്ടിയുടെ സത്യം പറഞ്ഞ കെ.മാണി ഇത് വലിയ ചതിയാണ്. കെ.മാണി പോകുന്നത് UDF വിട്ട് പോകുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിൽ മാത്രമാണ്. ഇന്നത് അവരുടെ സഹായം ഇല്ലാതെ തന്നെ കോൺഗ്രസ് പിടിച്ചിരിക്കുന്നു, കോൺഗ്രസ് ഒറ്റയ്ക്ക് പിടിച്ചിരിക്കുന്നു. പാർട്ടിയില്ല, പാർട്ടിക്ക് ഒറ്റ സീറ്റ് സീറ്റ് ഇല്ലാതെ പോയി, പാല വരെ ഇല്ലാതെ പോയി. പിന്നെ രണ്ടാമത് കെ.മാണിയെ തുതിക്കുന്നതിൽ ഇവരെല്ലാം മുമ്പ് നിന്നു. കാരണം കോൺഗ്രസിനെ അടിക്കാൻ ഒരു വടിയായിട്ട് കോൺഗ്രസിനോട് താല്പര്യമില്ലാത്ത UDF-ലെ കക്ഷികൾ കെ.മാണി ഉപയോഗിച്ചു. കാരണം കോട്ടയം ജില്ല എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കെ.മാണി പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴും കോൺഗ്രസിന് ശക്തി കുറവുണ്ടോ? ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അവർക്ക് എന്തുമാത്രം രാഷ്ട്രീയ ശക്തി ഉണ്ടെന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഇപ്പോൾ എത്ര സീറ്റ് ജയിച്ചു? കാഞ്ഞിരപ്പള്ളി ജയിച്ചു, ചങ്ങനാശ്ശേരി ജയിച്ചു, കോൺഗ്രസ് ജയിക്കുക പിന്നെയും ഇല്ലേ? കോട്ടയം ജയിക്കുന്നു, പുതുപ്പള്ളി ജയിക്കുന്നു, അതേസമയം മറ്റുണ്ടായിരുന്നപ്പോഴോ വൈക്കത്ത് ജയിക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഉണ്ടായിരുന്നപ്പോഴോ ഒരു കാലത്ത് ഇത്രയും കിട്ടിയിട്ടില്ല, സീറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തന്നെ പറയും മാണിയുടെ ക്രെഡിറ്റാന്ന് പറയും.
എല്ലാം മാണിക്ക് കൊടുക്കും. അങ്ങനെ കോൺഗ്രസിനെ ഒരു രണ്ടാം കിട അല്ലെ മൂന്നാം കിട കക്ഷിയാക്കിയിട്ട് CPM-ഉം മാണിയും കഴിഞ്ഞുള്ള മൂന്നാമത്തെ കക്ഷിയായിട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരെ, അതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ രോഗം. കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ അങ്ങനെ കണ്ടു. മാണി സാറ്, അപ്പം മാണി സാറ് ഒരു നേതാവാണ്, കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്, പഠിക്കാൻ അറിയാവുന്ന ആളാണ്. പക്ഷെ കോൺഗ്രസിന്റെ മുമ്പിലൊന്നുമല്ല. വലിയ ജനപിന്തുണയുടെ കാര്യത്തിൽ കേരള കോൺഗ്രസും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ സെക്കുലർ ആ ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് നല്ല ജനപ്രാതിനിധ്യം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇമേജ് ഉള്ള ഒരാളല്ലേ KM മാണി? ആണോ എനിക്കറിയത്തില്ല. KM മാണിയുടെ മകൻ ജോസ് കെ മാണി, KM മാണി ജീവിച്ചിരിക്കുമ്പോൾ മൂവാറ്റുപുഴ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ട് തോക്കുമായത്. അതിന്റെ തോറ്റെ KM മാണി ജീവിച്ചിരിക്കുമ്പോൾ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ കത്തോലിക്കൽ ഡൊമിനൻസ് ഉള്ള സ്ഥലത്ത് PC തോമസ് അത് BJP സപ്പോർട്ടർ സ്ഥാനാർത്ഥിയോട് തോക്കുമായത്. എങ്ങനെ തോറ്റെ? അപ്പോൾ ഇവർ അന്നേ സ്വീകാര്യമല്ല. ഇവർ സ്വീകാര്യമെന്ന് പറഞ്ഞു നടക്കുന്ന കൂടുതലും കോൺഗ്രസ്സുകാരാണ്. ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മാണിയുടെ കയ്യിലേക്ക് വീണ്ടും അധികാരം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതിന് ശ്രമിക്കുന്നതും കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരാണ്. നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം പക്ഷെ ഉമ്മൻചാണ്ടി നമ്മൾ കാണുന്നത് ഇതിനേക്കാളൊക്കെ കൂടുതൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത മനുഷ്യത്വം, അല്ലെ വേറെ തൻ്റെ ദുഃഖത്തിൽ വേറൊരാളുടെ ദുഃഖത്തിൽ കമ്പാഷനുള്ള വികാരമാണ്. ആ കാര്യത്തിൽ ഉമ്മൻചാണ്ടി അടുത്ത് ആരും നിൽക്കില്ല. ഒരു നേതാവിന് അത്രയും പറയാൻ പറ്റിയില്ല. ഈ സരിതാസ് നായരെ ബന്ധപ്പെട്ട കേസ് പോലും കോൺഗ്രസ്സുകാരനെ പടച്ചുണ്ടാക്കിയ ഒന്ന് തന്നെയാണെന്നുള്ള പല തരത്തിലുള്ള വിവാദങ്ങൾ CPM ആണ് സാധനം കൊണ്ടുവരുന്നതെന്നുള്ളതും അതിന് ചുക്കാൻ പിടിച്ചത് പല കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്നുള്ളതെല്ലാം വാർത്തകളൊക്കെ അന്ന് മുതലേ ഉണ്ടായിരുന്നു. അല്ല, അത് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചു. അല്ലെ ഇവരെ മാറ്റിയിട്ട് KM മാണിയെ ഉമ്മൻചാണ്ടിയെ മാറ്റിയിട്ട് മുഖ്യമന്ത്രിയാകാനായിട്ട് ഒരു വിഭാഗം ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ് കോൺഗ്രസ്സിൽ. അപ്പോൾ KM മാണിക്കും പകുതി താല്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. KM മാണിക്ക് വേണേൽ ഓഫർ ചെയ്യും മുഖ്യമന്ത്രിയായിരിക്കും. പക്ഷെ അവിടെ ഉമ്മൻചാണ്ടി തകർക്കേണ്ട ആവശ്യത്തിൻ്റെ ഒരു ഘട്ടത്തിലല്ല നടക്കുന്നത്. ഉമ്മൻചാണ്ടി അങ്ങനെ തകർത്തിട്ട് കോൺഗ്രസിനെ കേരളത്തിൽ ഭരിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല. മറിച്ച് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി ഇപ്പോൾ അതായത് റെപ്പറ്റീഷൻ നടക്കുകയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ ഇവിടെ സതീശനെ കുറേ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ തനിക്ക് നാളെ മുഖ്യമന്ത്രിയാകാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ആകാൻ പറ്റും. പക്ഷേ പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ തുടിയില്ല. കാരണം സതീശനൊരു 6 മാസം സ്വസ്ഥത കൊടുക്കണ്ടേ? അതിനു മുമ്പ് ഇവന്മാരാക്രമിക്കാൻ തുടങ്ങി. 6 മാസം. അപ്പം അത് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസിനെ വളർത്തിയെടുത്ത രീതി ഒരു ബഹുജന പ്രസ്ഥാനമായിട്ടാണ്, ഏറാമൂലികളുടെ പ്രസ്ഥാനമായിട്ടല്ല. പക്ഷെ അതിന് ചുറ്റും ഒരാൾക്കാർ കൂടി ഉമ്മൻചാണ്ടിയുടെ ഒരു ഗ്രൂപ്പ് കോക്കസ് ഉണ്ടാക്കി ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഇല്ലാത്ത വൃത്തികേട്ടിലേക്കൊക്കെ പോയി. അതിന് പേര് പറയേണ്ട ആവശ്യമില്ല, ഒത്തിരി പേരുണ്ട്. ഇവരൊന്നും കോൺഗ്രസ് സംഘടനയ്ക്ക് കാര്യമായ പ്രബോധനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പറ്റിയ സ്വന്തം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും വലിയ കുറവെന്താ? ഉത്തർപ്രദേശിലോ ബീഹാറിലോ നിർണായക വിജയങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിക്കുള്ള പ്രശ്നം. കോട്ടയത്താകെ ഒരു സീറ്റ് ആദ്യം ഏതാ? പുതുപ്പള്ളി മാത്രം. പിന്നെ തിരുവനന്തപുരം അവിടെ പോയി അടൂർ പോയി ജയിച്ച് തിരിച്ചു വന്ന ശേഷമാണ് കോട്ടയം ജയിക്കാൻ തുടങ്ങിയത്. അത്രേ ഉള്ളൂ. എല്ലാം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചർച്ച നിർത്താം. ഒരു സുഹൃത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റ് KPCC പ്രസിഡന്റ് കത്തെഴുതി ഒരു 5-10 വർഷം മുമ്പ്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം, ഈ തടവറയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണം. റിക്വസ്റ്റ്, പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ ഞങ്ങൾ 2-ലേക്ക് വോട്ട് ചെയ്യണം. ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ ഞങ്ങൾ 2-ലേക്ക് വോട്ട് ചെയ്യണം. ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ ഞങ്ങൾ 2-ലേക്ക് വോട്ട് ചെയ്യണം. അസംബ്ലി ഇലക്ഷൻ വന്നാലും ഞങ്ങൾ 2-ലേക്ക് വോട്ട് ചെയ്യണം. പാർലമെൻറ്റ് ഇലക്ഷൻ വന്നാലും 2-ലേക്ക് വോട്ട് ചെയ്യണം. എപ്പോഴെങ്കിലും കോൺഗ്രസ് ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാവുമോ? അത് സത്യസന്ധമായ ചോദ്യമാണ്. അത് തന്നെയായിരുന്നു സിറ്റുവേഷൻ. എല്ലാം കേരള കോൺഗ്രസിന് അടിയറ വെച്ച് ഇവർ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും കുറേ കോഓപ്പറേറ്റീവ് ബാങ്കിന് ഡയറക്ടർ ബോർഡും പ്രസ്ഥാനം കോൺഗ്രസിന് കൊടുക്കും, സന്തോഷം. അത് മാത്രം കിട്ടിയ അങ്ങനെ കോൺഗ്രസിനെ നശിപ്പിച്ചവരാണ് ഇപ്പോഴും വീണ്ടും കേരള കോൺഗ്രസിനെ കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയാണ്. പാലായി വീണ്ടും മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ വേണമെങ്കിൽ അവർക്ക് കൊടുത്തേക്കാം, അവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകണമെന്ന് പറയുന്ന നേതാക്കന്മാരുണ്ട്. അവർ വല്ലതും KPCC പ്രസിഡന്റ് ആകാൻ ശ്രമിക്കുന്നവരുണ്ട്. ഞാൻ ആരാണ് പേര് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്ന കോട്ടയത്ത് കോൺഗ്രസിൻ്റെ യഥാർത്ഥ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുവന്ന നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് പക്ഷേ അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശക്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിർത്താൻ ആന്റണി ഉൾപ്പെടെയുള്ളവർ എല്ലാ കാര്യവും ശ്രമിച്ചിരുന്നു. കോൺഗ്രസും KSUം ഒക്കെ വളർന്നത് വിദ്യാഭ്യാസ സമരത്തിൽ കൂടി, വിദ്യാർത്ഥികളുടെ സമരത്തിൽ കൂടിയാണ്. സ്വാശ്രയ മേഖലയ്ക്കെതിരായിട്ടുള്ള സമരം, ബിഷപ്പുമാരുടെ സ്വകാര്യ കോളേജിനെതിരായിട്ടുള്ള സമരം,
ഈ സമരത്തിൽ കൂടെ വളർന്ന കോൺഗ്രസിനെ കേരള കോൺഗ്രസിന്റെ മാന്യ നേതാവായിട്ട് അംഗീകരിക്കാൻ പറഞ്ഞ അതാണ് അവർ ചെയ്ത തെറ്റ്. ഉമ്മൻചാണ്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. ഉമ്മൻചാണ്ടിയാളെ ചെയ്ത് അതിൽ അന്യ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പങ്കുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഉമ്മൻചാണ്ടി അതുപോലുള്ള പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ, ഒരു നാട്ടിലുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി പക്ഷേ കോട്ടത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി കോട്ടത്തേക്ക് പ്രവർത്തിക്കാൻ ഉമ്മൻചാണ്ടിക്ക് പറ്റിയില്ല. മറിച്ച് അല്ലാതെ പൊതുപ്രവർത്തകരുണ്ടെങ്കിൽ അവർ നേതൃത്വത്തിലേക്ക് വന്നാൽ അവർക്ക് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും പ്രധാനം, മറ്റെന്തിനേക്കാൾ കൂടുതൽ. അങ്ങനെയുള്ള ലീഡർഷിപ്പ് ഇനി ഉമ്മൻചാണ്ടിയെ പോലുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ദിവസം വരുടെ പേരെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അവരെങ്ങനെ പ്രവർത്തിക്കാമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും ഉമ്മൻചാണ്ടി മറക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം സാധിക്കില്ല. അത്രയും കാരണം ഇവിടെ അച്യുതാനന്ദനെ കമ്പയർ ചെയ്തു. രണ്ട് നേതാക്കന്മാരെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം മൂന്നാമത് ഒരു പരിധി വരെ സതീശൻ്റെ പേര് ഇപ്പം തൽക്കാലം പറയാം, നാളെ എങ്ങനെ ഇരിക്കുന്നു പറയാൻ പറ്റില്ല.